പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈശോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നമുക്കായിരിക്കാം. ഇതാ ഈശോ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചു വീണ ഈശോ, യോസേപ്പിന്റെയും മാതാവിന്റെയും കൂടെ ആ ബേത്ലഹേമിലെ ഭവനത്തിൽ താമസിച്ച ഈശോ, യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച ഈശോ, കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി ഈശോ, പത്രോസിനെയും കൂട്ടുകാരെയും കൂടെ ചേർത്തൊരു ശിഷ്യ സമൂഹം, ആദ്യത്തെ സഭയുണ്ടാക്കി ഈശോ, അന്ധന് കാഴ്ച നൽകിയ ഈശോ, ബെൽത്തേമിയൂസിന്റെ കണ്ണു തുറന്ന ഈശോ, നായീമിലെ വിധവയുടെ മകളെ ഉയർപ്പിച്ച ഈശോ, ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ച ഈശോ, ശതാധിപന്റെ ഭൃത്യനെ ഉയർപ്പിച്ച ഈശോ, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ഈശോ, വീടിന്റെ മേൽക്കൂര പൊളിച്ചു കൊണ്ടുവന്ന തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തിയ ഈശോ, പാപിനിക്ക് പൊറുതി കൊടുത്ത ഈശോ, മഗ്ദലന മറിയത്തെ രക്ഷിച്ച ഈശോ, ലാസറിനെ ഉയർപ്പിച്ച ഈശോ, ഗെത്സമൻ തോട്ടത്തിൽ മുട്ടുകുത്തി രക്തം വിയർത്ത് പ്രാർത്ഥിച്ച ഈശോ, അന്ത്യത്താഴ വേളയിൽ അപ്പവും വീഞ്ഞും എടുത്തുയർത്തി ആശീർവദിച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈശോ, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞ് വിശുദ്ധ കുർബാന സഭയ്ക്ക് കൈമാറിയ ഈശോ, കുരിശും ചുമന്നുകൊണ്ട് ഗാഗുൽത്തായിലേക്ക് പോയ ഈശോ, കൈകളിലും കാലുകളിലും ആണികൾ അടിച്ചിറക്കപ്പെട്ട ഈശോ, കുരിശിൽ തറയ്ക്കപ്പെട്ട ഈശോ, നെഞ്ചിൽ കുന്തത്താൽ മുറിവേൽപ്പിക്കപ്പെട്ട ഈശോ, ഉയർത്തെഴുന്നേറ്റ ഈശോ, മഗ്ദലന മറിയത്തിനും പത്രോസിനും കൂട്ടുകാർക്കും പ്രത്യക്ഷപ്പെട്ട ഈശോ, അതേ ഈശോ ഇതാ ഈ പരിശുദ്ധ കുർബാനയിൽ നമ്മളോടൊപ്പം. ഈശോയൊന്ന് നോക്കാം, ഈശോയൊന്ന് നോക്കാം നമുക്ക്. ഈശോ ഇതെല്ലാം നമ്മളെല്ലാവരെയും കാണുകയാണ്. നമ്മുടെ വേദനകളും അസ്വസ്ഥതകളും നമ്മുടെ കണ്ണുനീരും ഒക്കെ ഈശോ കാണുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിച്ച യോഹന്നാന്റെ സുവിശേഷം 6 തൻ്റെ മക്കളെ ഓർത്ത് ആകുലപ്പെടുന്ന ഈശോയെ നമ്മൾ കണ്ടു. വറിയിങ് ഗോഡ്, മനുഷ്യനെ ഓർത്ത് ആകുലപ്പെടുന്ന ഈശോ. ഈ പരിശുദ്ധ കുർബാനയിൽ ഇരുന്നിതാ നമ്മളെ നോക്കി ഈശോ ആകുലപ്പെടുകയാണ്. നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ കണ്ണുനീരും നമ്മുടെ അസ്വസ്ഥതയൊക്കെ ഈശോ കാണുന്നുണ്ട്. ഈശോയെ എന്നൊന്ന് ഹൃദയത്തിൽ വിളിച്ചേ, ഈശോയെ എന്നൊന്ന് ഹൃദയത്തിൽ വിളിച്ചേ, ഈശോയെ എന്നൊന്ന് ഉറക്ക വിളിച്ചേ. ഈശോ ഒന്ന് കേൾക്കട്ടെ, അല്പം കൂടി ഉറക്കിയൊന്ന് വിളിച്ചേ. ഈശോയേ, 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 ഈശോയേ. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഈശോയേ, എൻ്റെ ഈശോയേ, നീ ഞങ്ങളെ കാണുന്നു, നീ ഞങ്ങളെ കേൾക്കുന്നു, നീ ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു, ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈശോയേ, ഞങ്ങളെ തൊടണമേ, ഞങ്ങളെ സ്പർശിക്കണമേ. ശിരസ്സ് കുനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്കൊരു നിമിഷം ഒന്നിരിക്കാം. കണ്ണുകൾ തുറന്ന് തന്നെ ഈശോയെ നമുക്ക് നോക്കാം. കണ്ണടച്ചാൽ ഉറങ്ങാൻ സാധ്യതയുണ്ട്. കണ്ണുകൾ അടയാതെ കണ്ണു തുറന്ന് ഈശോയെ നോക്കട്ടെ.
വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 24 മനോഹരമായൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. എമ്മാവൂസിലേക്ക് 2 ശിഷ്യന്മാര് മടങ്ങിപ്പോകും. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടാണ് അവർ എമ്മാവൂസിലേക്ക് മടങ്ങിപ്പോവുക. വലിയ പ്രതീക്ഷയോടെ, വലിയ പ്രാർത്ഥനയോടെ, വലിയ വിശ്വാസത്തോടെ ഈശോയുടെ കൂടെ കൂടിയതാണ്. ജീവിതത്തിനൊരർത്ഥം കണ്ടെത്തിയത് ഈശോയുടെ കൂടെ കൂടിയുള്ള കഴിഞ്ഞ 3 വർഷത്തെ ജീവിതമായിരുന്നു. ഇവന്റെ കൂടെയുള്ള ജീവിതം ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങൾ സ്വർഗത്തിലെത്തും എന്നുള്ള വിശ്വാസത്തോടെ, സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഗുരുവിനെ പട്ടാളക്കാര് വന്ന് പിടിച്ചുകൊണ്ടുപോയി കുരിശിൽ തറച്ച് അവൻ കൊല്ലപ്പെടുക, മരിക്കുക. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ജീവിതത്തിനു മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. പണമില്ല, സമ്പത്തില്ല, വീടില്ല, ജീവിത പങ്കാളിയില്ല, പ്രായം കടന്നുപോയി, ജോലി ചെയ്യാനുള്ള സാധ്യതകളില്ല, വീടും സ്വത്തുമില്ല, എല്ലാം ഉപേക്ഷിച്ചിറങ്ങിപ്പോന്നതാ. ഒന്നുമില്ല ബാക്കി. അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു, മക്കളെ, നിങ്ങളിങ്ങനെ ചാടിക്കേറി ഒരു തീരുമാനം എടുക്കരുത്. നിങ്ങളുടെ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ അന്ന് താടിയും മുടിയും നീട്ടി വന്ന അവൻ, കണ്ണുകളിൽ സൂര്യനെ പോലെ തിളങ്ങിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ വിളിച്ചപ്പോൾ അവന്റെ കൂടെ കൂടിയതാണ്. പക്ഷെ ഇന്ന് അവനില്ല. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വലിയൊരു ചോദ്യചിഹ്നം മാത്രം. സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് മുന്നോട്ട് തങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരികെ പോവുകയാണ്. ജീവിക്കണ്ടേ, എന്തെങ്കിലും ചെയ്യണ്ടേ. പോകുന്ന വഴിക്ക് അവരുടെ കൂടെ കൂടുന്ന അപരിചിതനായ ഒരു മനുഷ്യൻ. ആ അപരിചിതൻ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അവൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും തങ്ങളുടെ ഹൃദയത്തിൽ ആ ചോദ്യങ്ങൾ വന്ന് പതിക്കുന്നത് ശിഷ്യന്മാർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരാ അപരിചിതനോട് അവരുടെ വിഷമങ്ങളെല്ലാം ഷെയർ ചെയ്യുകയാണ്. തങ്ങളുടെ ഗുരുവിനെ യഹൂദർ പിടിച്ചുകൊണ്ടുപോയതും, ചമ്മട്ടി കൊണ്ടടിച്ചതും, വസ്ത്രങ്ങൾ കീറിയതും, അവന്റെ ശിരസിൽ മുൾമുടി ധരിപ്പിച്ചതും, കുരിശവന്റെ തോളത്ത് വെച്ചു കൊടുത്തതും, ഗാഗുൽത്തായിൽ കൊണ്ടുപോയി കുരിശിൽ തറച്ചവനെ കൊന്നുകളഞ്ഞതുമൊക്കെ അവർ ഷെയർ ചെയ്തു. ഒരു കുമ്പസാരക്കൂട്ടിൽ ഒരു വൈദികന്റെ അരികിൽ നമ്മളൊക്കെ സംസാരിക്കുന്നത് പോലെ അപരിചിതനോട് അവരുടെ ഹൃദയവേദനകളെല്ലാം അവർ ഷെയർ ചെയ്തു. കൗൺസിലിംഗ് നടത്തുന്ന ഒരു സഹോദരന്റെ, സഹോദരിയുടെ, ഒരു വൈദികന്റെ, ഒരു സിസ്റ്ററിന്റെ അടുത്ത് നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ തുറന്നു പറയുന്നത് പോലെ ഈശോയുടെ അരികിൽ അവരുടെ ഹൃദയവേദനകൾ അവർ തുറന്നു പറയുകയും. യാത്ര മുന്നോട്ട് പോകുന്നു. സന്ധ്യ മയങ്ങുകയാണ്. അപരിചിതൻ യാത്ര തുടരുന്നു. ശിഷ്യന്മാരൊരു സത്രത്തിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ മുറിയിലേക്ക് പോകാനായിട്ട് അവർ കടക്കുന്നു. പക്ഷേ അപരിചിതൻ മുന്നോട്ട് പോകുമ്പോൾ വെട്ടമില്ല, വഴിവിളക്കുകളില്ല, യാത്ര ദുഷ്കരവും അപകടകരവുമാണ്. അവനോട് പറഞ്ഞു, ഇന്ന് ഞങ്ങളോടുകൂടി നീ വസിക്കുക. നാഥ, കൂടെ വസിച്ചാലും ഈ രാത്രിയിൽ ഞങ്ങളോടുകൂടെ നീ വന്ന് താമസിക്കും. കാരണം നിന്റെ കൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഞങ്ങളുടെ ഹൃദയം തുടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം തിരിച്ചു കിട്ടി. ഈ രാത്രി കൂടി നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറും. ഭക്ഷണ സമയമായി ഭക്ഷിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരപ്പമാണ്. ഒരപ്പം മാത്രം. ആ അപ്പം രണ്ടുപേരും പകുതി പകുതി കഴിക്കാമെന്നാണ് രാവിലെ തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അപരിചിതനായ മനുഷ്യനും കൂടെ 3 പേരായി. അതിഥി കഴിച്ചിട്ട് വേണമല്ലോ ആതിഥേയം കഴിക്കാൻ. അതിഥിയുടെ മുന്നിലേക്ക് അപ്പം നീക്കി വെക്കുകയാണ്. അതിഥി ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നു, അപ്പമെടുക്കുന്നു, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു, വാഴ്ത്തുന്നു, വിഭജിക്കുന്നു, ആ 2 പേർക്കും കൊടുക്കുന്നു. വചനം പറയുന്നു, അവരുടെ കണ്ണുകൾ തുറന്നു. കാരണം ഇതേ അനുഭവം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സിഹിയോൻ ഒട്ടിശാലയിൽ ഒരു രാത്രിയിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് അപ്പമെടുത്ത് പെസഹ രാത്രിയിൽ ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. ഇതാ വീണ്ടും ഈ അപരിചിതൻ എഴുന്നേറ്റ് നിന്ന് അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു എന്ന് വചനം പറയും. കാരണം പരിശുദ്ധ കുർബാന ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി വീണ്ടും അർപ്പിക്കുകയാണ്. ഈശോയെ ഞങ്ങൾ തിരിച്ചറിയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷം, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷം, എല്ലാവരും ഞങ്ങളെ കൈവിടുന്ന നിമിഷം, ആരും ഞങ്ങൾക്ക് ആശ്രയമില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന നിമിഷം,
ജീവിതം തീർന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്ന നിമിഷങ്ങൾ കർത്താവേ, അവിടെ ഈ കുർബാനയിൽ നീ ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുകയാണ്. ഞങ്ങളുടെ കൂടെ ഒരു അപരിചിതനെ പോലെ നീ സഞ്ചരിക്കുന്നുണ്ട് കർത്താവേ. എന്നിട്ട് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഈ പരിശുദ്ധ കുർബാനയിലേക്ക് പ്രിയമുള്ളവരെ, ഈ എമ്മാവൂസിലെ ശിഷ്യന്മാരെ പോലെ നമ്മളൊക്കെ എത്രയെത്ര യാത്രകൾ നടത്തിയിരിക്കുന്നു. എന്തുമാത്രം വേദനകൾ വഹിക്കുന്നു, നമ്മൾ ഭാരങ്ങൾ വഹിക്കുന്നു. അവിടെ ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഈ പരിശുദ്ധ കുർബാനയിലേക്ക്. ഈ കുർബാനയിൽ ഈശോ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈശോ നമ്മുടെ കണ്ണുകൾ തുറക്കാൻ, ഹൃദയങ്ങൾ തുറക്കാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ രോഗങ്ങൾ എടുത്തു മാറ്റാൻ ഈശോ കാത്തിരിക്കുകയാണ്. നമ്മുടെ കടബാധ്യത എടുത്തു മാറ്റാൻ ഈശോ കാത്തിരിക്കുകയാണ്. നമ്മുടെ സമാധാനമില്ലാത്ത അവസ്ഥകൾ എടുത്തു മാറ്റാൻ ഈശോ കാത്തിരിക്കുകയാണ്. നമ്മുടെ ദുശീലങ്ങൾ എടുത്തു മാറ്റാൻ ഈശോ കാത്തിരിക്കുകയാണ്. നമ്മുടെ മക്കളുടെ വിവാഹ തടസ്സം മാറ്റാൻ ഈശോ കാത്തിരിക്കുകയാണ്. വിവാഹം കഴിച്ചിട്ട് അനേക നാളുകളായി കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകാൻ ഈശോ കാത്തിരിക്കുകയാണ്. ദുശീലങ്ങൾ, മദ്യപാനം, പുകവലി പോലുള്ള ദുശീലങ്ങൾ നമ്മുടേതായിക്കോട്ടെ, പ്രിയപ്പെട്ടവരുടേതായിക്കോട്ടെ, അത് മാറ്റാൻ വേണ്ടി ഈശോ കാത്തിരിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടവർക്ക് അത് തിരികെ നൽകാൻ ഈശോ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ മരണത്തെ ഓർത്തുള്ള ആകുലതകൾ മാറ്റാൻ ഈശോ കാത്തിരിക്കുകയാണ്. കുട്ടികളുടെ പഠന മേഖലയെ അനുഗ്രഹിക്കാൻ ഈശോ കാത്തിരിക്കുകയാണ്. ഈശോ ഇതാ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മൾ ഈശോ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. നമുക്കൊന്ന് ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കട്ടെ. ഈശോയെ നമ്മളെ തൊടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ കരം നമ്മുടെ മേലൊന്ന് പതിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മളെ തൊടുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ ഈ നിമിഷങ്ങളിൽ കർത്താവ് ഇതാ നമ്മളെ സ്പർശിക്കുവാനായിട്ട് ഇതാ കാത്തിരിക്കുകയാണ്. നമുക്ക് ഈ ഗായക സംഘത്തോട് ചേർന്ന് സൗഖ്യത്തിന് വേണ്ടി കരങ്ങളടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ ഒന്ന് തൊടട്ടെ. സൗഖ്യത്തിന്റെ അനുഭവം നമുക്കെല്ലാം ഉണ്ടാകട്ടെ. നമ്മുടെ ശാരീരികമായ സൗഖ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. രോഗപീഠകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹൃദ്രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കരൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ വേദനകളിലൂടെ, നടുവേദന, പുറംവേദനയിലൂടെ ഒക്കെ കടന്നു പോകുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ട്യൂമർ ബാധിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഈ സമയം കർത്താവ് ഏറ്റെടുക്കുന്ന നിമിഷമാണ്. ആ വിശ്വാസത്തോടെ ഈശോയെ, ഞങ്ങളിതാ മർത്തായെയും മറിയത്തെയും പോലെ പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവമുഖത്വം ദർശിക്കുമെന്ന് കർത്താവേ മർത്തായോടും മറിയത്തോടും നീ പറഞ്ഞില്ലേ. ആ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രത്യാശയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഒന്ന് തൊടണമേ, സൗഖ്യം തരണമേ, കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ. പാടാം. ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ. ഇരു കരങ്ങൾ ശിരസ്സിന് മുകളിൽ കമഴ്ത്തി വെച്ച് ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ. പാടാം. ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ. ഇരു കരങ്ങളും തോളോട് ചേർത്ത് വെച്ച് ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ. പാടാം. ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ. ഈശോയേ, എൻ്റെ ഈശോയേ, ഈശോയേ, എൻ്റെ ഈശോയേ. ഇരു
കരങ്ങൾ ഈശോയിലേക്കൊന്ന് തുറന്നു പിടിച്ച്, ഈശോയേ എൻ്റെ ഈശോയേ, ഈശോയേ എൻ്റെ ഈശോയേ. എല്ലാവരും ചേരട്ടെ. ഈശോയേ എൻ്റെ ഈശോയേ, ഈശോയേ എൻ്റെ ഈശോയേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ, ഈശോയേ എൻ്റെ ഈശോയേ, ഈശോയേ എൻ്റെ ഈശോയേ. ഈശോ എന്നെ തൊടട്ടെ. ഈശോയേ എൻ്റെ ഈശോയേ, ഈശോയേ എൻ്റെ ഈശോയുടെ ഈശോയേ. തൃത്തടത്തിൽ നിന്നുള്ള തിരുജലം ഇതാ എന്നെ കഴുകുന്നു. ഈശോയേ എൻ്റെ ഈശോയേ, ഈശോയേ എൻ്റെ ഈശോയേ. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. ഈശോ ആശീർവദിക്കുമ്പോൾ ഈശോ തന്നെയാണ് നമ്മളെ ആശീർവദിക്കുക. അതുകൊണ്ടാണ് പുരോഹിതൻ ഒരു വേദക്കുസ്തായ ഒരു തുണി കൊണ്ട് പിടിച്ചിട്ടാണ്, അരുളിക്ക പിടിച്ചാണ് ആശീർവദിക്കുന്നത്. അതുപോലെ തന്നെ ഈശോയെ ആശീർവദിക്കുന്ന സമയത്ത് ഒരു പുരോഹിതൻ ഒരു പ്രാർത്ഥനയും ചൊല്ലുന്നില്ല. കാരണം സഭ നമ്മളെ പഠിപ്പിക്കുന്നു, വിശുദ്ധ കുർബാനയുടെ ആശീർവാദ സമയത്ത് ഈശോ തന്നെയാണ് നമ്മളെ ആശീർവദിക്കുക. ആ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുന്നു. ഈശോ നമ്മളെ സ്പർശിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. യേശുവേ നന്ദി, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയേ ആരാധന. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധനെ ആരാധന ആരാധന ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധനെ ആരാധന, ബലവാനി ആരാധന, മർത്തിനി ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയെ നന്ദി. സ്തുതി സ്തുതി സ്തുതി. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ